നമസ്തേ. രാജ്യം രാജ്യാന്തരത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മണിപ്പൂർ ജനതയ്ക്കൊപ്പം കേന്ദ്ര സർക്കാർ. സംഘർഷത്തിൽ കർശന നടപടി. എല്ലാ കേസുകളും NIAക്ക് കൈമാറാൻ പോലീസിന് നിർദ്ദേശം. ഛത്തീസ്ഗഡിലെ ബസ്താറിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റ് ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. 5 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. 2 ജവാന്മാർക്ക് പരിക്ക്. നൈജീരിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരസ്പര സഹകരണം ശക്തമാക്കാൻ ധാരണ. ദുരിതാശ്വാസ സഹായമായി 20 ടൺ സാധനങ്ങൾ നൈജീരിയയിലേക്ക് അയച്ചെന്ന നരേന്ദ്രമോദി. ഇറാൻ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമേനി പിൻഗാമിയെ തിരഞ്ഞെടുത്തു. രണ്ടാമത്തെ മകൻ മുജ്തബ ഖമേനി പിൻഗാമിയാകും. ആയത്തുള്ള അലി ഖമേനി അതീവ ഗുരുതരാവസ്ഥയിൽ. ഓർമ്മ പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്ന് റിപ്പോർട്ടുകൾ. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. മോചന ഹർജിയിൽ ഇന്നും വിധിയുണ്ടായില്ല. കേസ് 2 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കാനായി മാറ്റി. മോചനം നീളുന്നത് സഹിക്കാനാകുന്നില്ലെന്ന് കുടുംബം. വിശദമായ വാർത്തകളിലേക്ക്. മണിപ്പൂർ സംഘർഷത്തിൽ കർശന നടപടി. മണിപ്പൂരിലെ എല്ലാ കേസുകളും NIAക്ക് കൈമാറാൻ പോലീസിന് നിർദ്ദേശം. കഴിഞ്ഞ ആഴ്ച നടന്ന സംഘർഷങ്ങളാണ് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നത്. മണിപ്പൂരിൽ 7 കർഫ്യൂവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിപ്പൂരിൽ സമാധാനം വീണ്ടെടുക്കാൻ സുരക്ഷാ ഏജൻസികളോട് നിർദ്ദേശിക്കുകയാണ് കേന്ദ്രം. കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷങ്ങളുടെ അന്വേഷണ ചുമതല ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി. തെറ്റായ പ്രചരണങ്ങളിൽ വിശ്വസിക്കാതെ സുരക്ഷാ സേനയോട് സഹകരിക്കാനും കേന്ദ്രം മണിപ്പൂരിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അതേസമയം ജിരിബാമിൽ നിന്നും കുക്കി വിഘടനവാദികൾ തട്ടിക്കൊണ്ടുപോയ 3 സ്ത്രീകളെയും 3 കുട്ടികളെയും കൊലപ്പെടുത്തി. ഇതിൽ പ്രതിഷേധിച്ച് തെരുവിൽ ഇറങ്ങിയ ജനക്കൂട്ടം മുഖ്യമന്ത്രി എൻ ബൈരൻ സിംഗിന്റെ വസതിക്ക് നേരെ കല്ലെറിഞ്ഞു. നിരവധി MLA-മാരുടെ വീടുകളും ആക്രമിക്കപ്പെട്ടു. സംഘർഷം വ്യാപിക്കാതിരിക്കാൻ 20 കമ്പനി അർദ്ധസൈനിക വിഭാഗത്തെ കൂടി കേന്ദ്രം മണിപ്പൂരിൽ വിന്യസിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തെരഞ്ഞെടുപ്പ് പരിപാടികൾ റദ്ദാക്കി മുംബൈയിൽ നിന്നും ഡൽഹിയിലേക്ക് മടങ്ങി. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ പരിശോധിക്കാൻ അമിത്ഷാ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. അതിനിടെ CRPF ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ മണിപ്പൂരിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, അതീവ ജാഗ്രതയോടെയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്. ഒപ്പം തന്നെ കർശനമായൊരു ശക്തമായൊരു സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ കൂടി തീരുമാനമായിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വേളയ്ക്ക് ശേഷം മണിപ്പൂരിൽ വീണ്ടും സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഈ സ്ഥിതിഗതികളെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നത്. വളരെ കൃത്യമായും സംഘർഷം വ്യാപിപ്പിക്കുന്നതിന് ചില ഇടപെടലുകൾ ഉണ്ടായി എന്ന നിഗമനത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുള്ളത്. ഇതിനോടകം തന്നെയും കേന്ദ്ര ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥർ മണിപ്പൂരിലേക്ക് എത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ വളരെ ഗൗരവത്തോടു കൂടി നിലവിലെ വിഷയവും സാഹചര്യവും നോക്കിക്കാണുകയാണ്. അതിന്റെ ഭാഗമായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതിന് ഇനി മണിക്കൂറുകളാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് പരിപാടികൾ റദ്ദാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് റാലികൾ ഉൾപ്പെടെ പ്രത്യേക യോഗങ്ങൾ ഉൾപ്പെടെ റദ്ദാക്കിക്കൊണ്ടാണ് അമിത്ഷാ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയിട്ടുള്ളത്. നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് നിലവിൽ മണിപ്പൂരിലെ സുരക്ഷാ ക്രമീകരണങ്ങളും ഒപ്പം ഈ സംഘർഷം തടയുന്നതിനാവശ്യമായിട്ടുള്ള സ്വീകരിച്ചിട്ടുള്ള മുൻകരുതൽ നടപടികൾ സംബന്ധിച്ചുമുള്ള വിലയിരുത്തലും ഒപ്പം തുടർ നടപടികളെ സംബന്ധിച്ചും വിശദമായ യോഗം ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പരിപാടികൾ റദ്ദാക്കിക്കൊണ്ട് മുംബൈയിൽ നിന്ന് അമിത്ഷാ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി അജയ് ബെല്ല ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ ഒപ്പം വിവിധ ഏജൻസികളുടെ മേലധികാരികളുമായുള്ള പ്രത്യേക യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം മണിപ്പൂരിൽ സമാധാന പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമായി മുൻപോട്ട് പോകാനുള്ള നിർദ്ദേശവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ട്. ഗവർണർ അനസുയ യുക്കെയുടെ നേതൃത്വത്തിലുള്ള സമാധാന സമിതി ഈ സംഘർഷബാധിത മേഖലകൾ സന്ദർശിക്കുകയാണ്. അവിടെ സമാധാന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി മുൻപോട്ട് പോകുന്നതിനിടയിലായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി എൻ ബൈരൻ സിംഗിന്റെ വീട്ടിലേക്ക് പ്രതിഷേധക്കാർ ഇരച്ചു കയറുകയും അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത്. ഒപ്പം
കോൺഗ്രസ് BJP MLA-മാരുടെ വസതിയിലും ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഇന്നലെ നടത്തിയിരുന്നു. ഈ അത്തരം സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകുന്നത്. അവിടെയും മതപരമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമുള്ള പ്രചാരണങ്ങൾ മുൻപ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഉൾപ്പെടെ നടത്തിയിരുന്നു. അതായത് ഒരു ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് മണിപ്പൂരിൽ നടക്കുന്നതെന്ന വ്യാജ പ്രചരണം വലിയ രീതിയിൽ രാജ്യത്തുടനീളം കേരളത്തിൽ ഉൾപ്പെടെ നടത്തിയിരുന്നു. എന്നാൽ കാലങ്ങളായി നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഒരു തുടർച്ചയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴും മെയ്തി കുക്കി സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷം ഉടലെടുക്കുന്നതെന്നും അതിന് രാജ്യത്തിന്റെ വിഘടനവാദ ശക്തികളുടെ ഭാഗത്തുനിന്ന് കൃത്യമായ സഹായം ലഭിക്കുന്നുണ്ട്. രാജ്യത്തിന് പുറത്തു നിന്നുള്ള വിഘടനവാദികളുടെയും സഹായം ലഭിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഗോത്ര വിഭാഗങ്ങളുടെ ആളുകളുടെ കയ്യിൽ പോലും അത്യാധുനിക യന്ത്രവൽകൃത തോക്കുകൾ ലഭിക്കുന്നത്. അത്തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകളുടെ ഭാഗമായാണ് എന്ന് കേന്ദ്ര ഏജൻസികൾ വിലയിരുത്തുകയും സമാധാന പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഒരു സംഘർഷബാധിത സാഹചര്യം മണിപ്പൂരിൽ ഉണ്ടായിട്ടുള്ളത്. അതിനേറെ ഗൗരവത്തോടുകൂടി കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ റദ്ദാക്കിക്കൊണ്ടാണ് രാജ്യതലസ്ഥാനത്തെത്തി ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്. ജിഷ്ണു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ അതീവ ഗൗരവത്തോട് തന്നെയാണ് കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാം ഈ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു പ്രകോപനം, ഒരു സംഘർഷം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ചില മേഖലകൾ ഇപ്പോഴും കർഫ്യൂ നിലനിൽക്കുകയാണ്. ഒപ്പം തന്നെ അതീവ ഇത്തരത്തിലുള്ള സംഘർഷബാധിത പ്രദേശങ്ങളിലേക്ക് കൂടി കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇന്ന് CRPF ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ മണിപ്പൂരിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഒരുപക്ഷെ നിലവിൽ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രാരംഭഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപക്ഷെ ഈ ഒരു പ്രധാനപ്പെട്ട ഇത്തരം മേഖലകളിലൊക്കെ തന്നെയും സുരക്ഷ കാര്യക്ഷമമായി വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു പ്രാഥമിക ഘട്ടം തന്നെയല്ലേ ഇപ്പോൾ തുടക്കമായിട്ടുള്ളത്? വിഷ്ണു, CRPF DG ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ മണിപ്പൂരിലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ ഇംഫാൽ വെസ്റ്റ്, ഒപ്പം ഇംഫാൽ ഈസ്റ്റ്, ബിഷ്ണുപൂർ, തൗബാൽ, കാങ്ടോങ്ചി, ചുരാചന്ദ്പൂർ എന്നിവിടങ്ങളിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളുമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഈ മേഖലകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഒപ്പം മുൻപ് സംഘർഷം ഉണ്ടായപ്പോഴും ഏറ്റവും കൂടുതൽ സംഘർഷം ഉണ്ടാവുകയും ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ജില്ലകളിൽ, ഈ മേഖലകളിൽ നിലവിൽ ഇന്റർനെറ്റ്, മൊബൈൽ സംവിധാനങ്ങൾ താൽക്കാലികമായി വിച്ഛേദിച്ചിട്ടുണ്ട്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ട് കർശനമായി സൈന്യത്തിന്റെ വിന്യാസം ഈ മേഖലകളിൽ നടത്തിയിട്ടുണ്ട്. ഏതു വിധേനയും അക്രമം തടഞ്ഞുകൊണ്ട് സമാധാന പ്രവർത്തനങ്ങൾ, സമാധാന ചർച്ചകൾ ഊർജിതമാക്കുക എന്ന നയമാണ് മണിപ്പൂരിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നും സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം ആയുധമെടുത്തുകൊണ്ട് ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മണിപ്പൂരിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് പിറകിൽ വ്യക്തമായ ആസൂത്രണം നിലവിലുണ്ടെന്നും വളരെ കൃത്യമായി ബോധപൂർവമായ ഇടപെടലുകൾ ഇത്തരത്തിലുള്ള സംഘർഷത്തിന് പിന്നിലുണ്ട് എന്ന കൃത്യമായ വിലയിരുത്തൽ കേന്ദ്ര ഏജൻസികൾ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായുള്ള നിയമ നടപടികൾ തുടർന്നു വരികയാണ്. നിയമ നടപടികൾക്കൊപ്പം തന്നെ മണിപ്പൂരിലെ സംഘർഷം അവസാനിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സമാധാനം നിലനിർത്തുന്നതിനുള്ള എല്ലാ സമാധാന ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ട്. ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിലാണ് ചർച്ചകൾ നടന്നത്. നൈജീരിയയിൽ കഴിഞ്ഞ മാസം ഉണ്ടായ പ്രളയത്തിൽ മരിച്ചവർക്ക് പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. ഒപ്പം തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 20 ടൺ അവശ്യ സാധനങ്ങൾ അയക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. 3ാം തവണ അധികാരമേറ്റതിനു ശേഷം നൈജീരിയയിൽ എത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. नाइजीरिया की पहली बार G20 समिट में गेस्ट कंट्री के रूप में जुड़ा और ये सौभाग्य हमको मिला और हमने मिलकर अफ्रीकन यूनियन को G20 की स्थायी सदस्यता दी. ये मेरे हिसाब से बड़ा ऐतिहासिक काम हुआ है. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ചേർന്നുണ്ട്.
നൈജീരിയൻ പ്രസിഡന്റുമായി നിർണായകമായ ചർച്ചകൾ നടന്നിരിക്കുന്നു. നിർണായകമായ ധാരണാപത്രങ്ങളിൽ ഭാരതം ഒപ്പുവച്ചിരിക്കുന്നു. ഒപ്പം തന്നെ പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ നൈജീരിയയിലെ പ്രളയക്കെടുതിയിൽ ഇരയായവർക്ക് അല്ലെങ്കിൽ ഇരയായവരുടെ കുടുംബങ്ങൾക്കൊരു കൈസഹായം, വളരെയധികം ഒരു കരുതലായി ഭാരതം മാറുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് പ്രധാനമന്ത്രി ഏറ്റവും ഒടുവിലായി അറിയിച്ചിട്ടുള്ളത്. എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും വിഷ്ണു, പ്രധാനമന്ത്രി ഭാരതം ഒരു കാവലായി മാറുന്നു അല്ലെങ്കിൽ ഒരു കരുതൽ നൽകുന്നു എന്ന് അറിയിച്ചതിന് പുറമെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം കൂടിയാണ്. അതായത് ദൃശ്യങ്ങളിൽ കാണുന്നത് ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ നൈജർ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ ഒരു പുരസ്കാരം പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ പ്രധാനമന്ത്രി പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇത്തരത്തിലൊരു അവാർഡിനെ തന്നെ തിരഞ്ഞെടുത്തതിൽ നന്ദി അറിയിക്കുന്നതായി പറഞ്ഞിരുന്നു. ജീകോൺ അവാർഡ് എന്ന് പറയുന്ന പേരിൽ നൽകുന്ന ഈ അവാർഡ് ഇതിന് മുൻപ് നൽകിയിരിക്കുന്നത്, അതായത് ഒരു അന്താരാഷ്ട്ര വ്യക്തിക്ക്, ഒരു വിദേശ വ്യക്തിക്ക് നൽകിയിരിക്കുന്നത് എലിസബത്ത് രാജ്ഞിക്ക് മാത്രമാണ്. അത് 1969-ലാണ്. അതായത് നൈജീരിയ സ്വതന്ത്രയായി 9 വർഷത്തിന് ശേഷം മാത്രമാണ് അവർക്ക് എലിസബത്ത് രാജ്ഞിക്ക് നൽകിയിരിക്കുന്നത്. അത് രണ്ടാമതായി നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം. മറ്റൊരു പ്രധാന വിഷയം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ബോല അഹമ്മദ് ടിനുബുവുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി ഇന്ന് പ്രധാനമന്ത്രിക്ക് നൈജീരിയയിലുണ്ടായിരുന്നത്. ആ പരിപാടിക്ക് വളരെ കൃത്യമായി പരിപാടിക്കിടയിൽ അദ്ദേഹം പറഞ്ഞത് ഭാരതത്തിൻ്റെ നൈജീരിയയെ ചേർത്ത് പിടിക്കുന്ന, അതായത് ഗ്ലോബൽ സൗത്തിനെ ചേർത്ത് പിടിക്കുന്ന ആ ഉത്തരവാദിത്വപൂർണ്ണമായ നിലപാടിനെ വളരെ കൃത്യമായി പ്രധാനമന്ത്രി അറിയിക്കുകയും സൂചിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ തവണ G20 സമ്മേളനം ഭാരതത്തിൽ നടന്നപ്പോൾ ആഫ്രിക്കൻ യൂണിയനെ ഉൾച്ചേർത്തിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ ഗ്ലോബൽ സൗത്തിനെ ചേർത്ത് പിടിക്കുന്ന ഒരു ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു സമീപനം ഭാരതം ഏറ്റെടുക്കുന്നു. അതുപോലെ തന്നെ ബ്രിക്സ് രാജ്യങ്ങളുടെ പ്രത്യേക ക്ഷണിതാവായി നൈജീരിയ എത്തുന്നു. അത്തരത്തിലുള്ള നിരവധിയായ നീക്കങ്ങൾ ഗ്ലോബൽ സൗത്തിനോടൊപ്പം നിൽക്കുന്നതിനെ സാധ്യമാക്കുന്നതിനെ നടത്തുന്നു എന്നതും പ്രധാനമന്ത്രി എടുത്തു പറയുകയുണ്ടായി. മറ്റൊരു പ്രധാന വിഷയം നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഗൗരവമേറിയതുമായ വിഷയം കഴിഞ്ഞ മാസമുണ്ടായ പ്രളയത്തിൽ വൻ നാശനഷ്ടവും വലിയ കലാമിറ്റീസുമാണ്, വലിയ ദുരന്തങ്ങളുമാണ് നൈജീരിയയിലുണ്ടായത്. ആ ദുരന്തത്തിന് ഒരു കൈത്താങ്ങായി 20 ടണ്ണോളം ദുരിതാശ്വാസ സാമഗ്രികൾ, അത് പല രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കളായും അല്ലാതെ മരുന്നുകളായും എല്ലാം തന്നെ എത്തിച്ചു നൽകുകയാണ് എന്നും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അത്തരത്തിൽ അവരെ ചേർത്ത് പിടിക്കുക, രാഷ്ട്രീയമായും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രത്തിൻ്റെ പുരോഗതിയുടെ ഭാഗത്തായാലും മാനുഷികമായും നൈജീരിയയെ ചേർത്ത് പിടിക്കുന്നു എന്ന നിലപാടാണ് വളരെ കൃത്യമായി പ്രധാനമന്ത്രി അറിയിച്ചത്. നമുക്കറിയാവുന്നതാണ്, നിരവധി കാലങ്ങളായി നിരവധിയായ ധാരണകൾ, നമുക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ 1958 മുതൽ നൈജീരിയയിൽ ഭാരതത്തിന് നയതന്ത്ര ഓഫീസുകളുണ്ട്. 1960-ലാണ് ആ രാജ്യം സ്വതന്ത്രയാകുന്നത്. അതായത് സ്വതന്ത്രയാകുന്നതിന് 2 വർഷം മുമ്പ് തന്നെ കൃത്യമായ നയതന്ത്ര ബന്ധം നൈജീരിയയുമായി ഭാരതം പുലർത്തിയിരുന്നു. അത്തരത്തിൽ കാലങ്ങളായുള്ള ചരിത്രപരമായൊരു ബന്ധമാണ് നൈജീരിയയുമായുള്ളത്. അതുകൊണ്ട് തന്നെ ആ ബന്ധം നിലനിർത്തേണ്ടത് വളരെ അനിവാര്യമാണ് എന്ന കൃത്യമായ നിലപാടും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. 17 വർഷങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഏറെ പ്രതീക്ഷയോടെയാണ് നൈജീരിയ കാണുന്നതും. അതുതന്നെയാണ് ഇപ്പോൾ ജീകോൺ അവാർഡ് ഉൾപ്പെടെ, അതായത് നൈജീരിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ നൈജർ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിക്കുകയാണ്. പ്രസിഡന്റാണ് അദ്ദേഹത്തിന് അവാർഡ് സമ്മാനിച്ചത് എന്നത് ഏറ്റവും മഹത്തരമായ ഒരു കാര്യമായി തന്നെ അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തീർച്ചയായും നൈജീരിയൻ സന്ദർശനം ഏറെ പ്രയോജനകരമായിരുന്നു. അത് നയതന്ത്ര ബന്ധം ഉറപ്പിക്കുന്നതിനും ഉഭയകക്ഷി കരാറുകൾ എത്തുന്നതിനും അതുപോലെ തന്നെ നൈജീരിയയുമായുള്ള സൗഹൃദം സ്ഥാപിക്കുന്നതിനും നൈജീരിയയോടൊപ്പം നിൽക്കുന്നതിനും ഗ്ലോബൽ സൗത്ത് അന്താരാഷ്ട്ര വേദികളിൽ നൈജീരിയയെ ചേർത്ത് പിടിക്കുന്നത് ഉൾപ്പെടെ നിരവധിയായ കാര്യങ്ങൾ ഒരൊറ്റ സ്ട്രെച്ചിൽ തന്നെ അല്ലെങ്കിൽ ഒരൊറ്റ ദിവസം തന്നെ നടത്താൻ സാധിക്കുന്നു എന്നതാണ് നൈജീരിയൻ സന്ദർശനത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ പ്രത്യേകതയായി വിലയിരുത്തപ്പെടുന്നത്. ഇനി ഇന്ത്യൻ സമൂഹത്തെ കൂടി അഭിസംബോധന ചെയ്യുന്നതോടെ നൈജീരിയയിലെ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ അവസാനിക്കുകയും ബ്രസീലിലേക്ക് തിരിക്കുകയും ചെയ്യുമെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാനാകുന്ന വിവരം. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ഛത്തീസ്ഗഡിലെ ബസ്തറിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റ് ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. ഇതിനകം 5 മാവോയിസ്റ്റ് ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. ഏറ്റുമുട്ടലിനിടെ 2 ജവാന്മാർക്ക് പരിക്കേറ്റു. ബസ്തർ വനമേഖലയിൽ ഇന്നലെ രാവിലെ 8 മണിക്കാണ് സുരക്ഷാസേന പ്രത്യേക ഓപ്പറേഷൻ ആരംഭിച്ചത്. ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡ്, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. ഓപ്പറേഷന്റെ ഭാഗമായി 5 നക്സലുകളെ ഇന്നലെ വധിച്ചു. ഇതിൽ 2 പേർ സ്ത്രീകളാണ്. ഇതോടെ ഈ വർഷം ബസ്തർ മേഖലയിൽ മാത്രം കൊല്ലപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ എണ്ണം 197ആയി. കൊല്ലപ്പെട്ട നക്സലുകളിൽ നിന്നും വൻ ആയുധശേഖരം പിടിച്ചെടുത്തു. ഏറ്റുമുട്ടലിനിടെ 2 ജവാന്മാർക്ക് സാരമായ പരിക്കുകളേറ്റിട്ടുണ്ട്. ജനം, ഡൽഹി. ആയത്തുള്ള അലി ഖമൈനി അതീവ ഗുരുതരാവസ്ഥയിലെന്ന റിപ്പോർട്ടുകൾ. മകൻ മോജ്തബ ഖമൈനിയെ പിൻഗാമിയായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതീവ രഹസ്യമായാണ്
മുസ്താഫയുടെ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ആയത്തുള്ള അലി ഖമൈനി അദ്ദേഹത്തിൻ്റെ ഓർമ്മ പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് അയത്തുള്ള അലി ഖമൈനി ഗുരുതരാവസ്ഥയിലെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. 85-കാരനായ അദ്ദേഹം ക്യാൻസർ ബാധിതനെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. നേരത്തെ തന്നെ അയത്തുള്ള അലി ഖമൈനിയുടെ പിൻഗാമിയായി മുജ്തബയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അയത്തുള്ള അലി ഖമൈനിയുടെ രണ്ടാമത്തെ മകനാണ് മുജ്തബ. പിൻഗാമിയെ തെരഞ്ഞെടുത്ത വിവരം അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ നിർദ്ദേശവും നൽകിയിരുന്നു. ഹമസ് നേതാക്കളുടെ വധം നടന്നതിന് ശേഷം ഒരു തവണ അയത്തുള്ള അലി ഖമൈനി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പിന്നീടാണ് ആരോഗ്യ പ്രശ്നം സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം ഇലോൺ മസ്ക് ന്യൂയോർക്കിലെ ഇറാന്റെ നയതന്ത്ര പ്രതിനിധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയുടെ വിവരങ്ങളൊന്നും പങ്കുവച്ചില്ലെങ്കിലും അനുകൂലമെന്ന നിലപാടാണ് ഇറാൻ പറഞ്ഞത്. തുടർന്നാണ് ഗുരുതര ആരോഗ്യ പ്രശ്നം അയത്തുള്ള അലി ഖമൈനിക്കുണ്ടെന്ന വിവരവും പുറത്തുവരുന്നത്. ഇറാന്റെ നീക്കം പ്രതിരോധിക്കണമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റിനോട് ഉൾപ്പെടെ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു. ശാശ്വത വെടിനിർത്തൽ വേണമെന്ന് ഹമസും ഈയിടെ ആവശ്യപ്പെട്ടു. ട്രംപ് മുൻകൈയെടുക്കണമെന്നും ഹമസ് ഉന്നയിച്ച ആവശ്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം കടുപ്പിക്കുമെന്ന് അമേരിക്ക അറിയിക്കുകയും ചെയ്തിരുന്നു. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ഇറാനിൽ അധികാര കൈമാറ്റത്തിന്റെ സാധ്യതകൾ തന്നെയാണ് തെളിയുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ.